രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ എത്തുമെന്ന സൂചനയുണ്ടായിരുന്നു. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. അനന്തൻ, വലിയ ഡ്രാമയാണ്. മുഖ്യമന്ത്രിക്ക് ആ പെൺകുട്ടി പരാതി കൊടുത്ത ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി നിരീക്ഷിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ഇനി രാഹുലിന് മുമ്പിൽ രണ്ട് വഴികളാണ്. ഒന്നെങ്കിൽ SIT അറസ്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ രാഹുൽ സ്വമേധയാ വന്ന് കീഴടങ്ങണം. ഇതിൽ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. സസ്പെൻസ് തന്നെയാണ് ഇപ്പോഴും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിട്ട് മണിക്കൂറുകളായി. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ പല ഭാഗത്തു നിന്ന് സംസ്ഥാനത്തിന്റെ ഉയർന്നിരുന്നു. അതിനിടയിലാണ് ഹോസ്ദുർഗ് കേന്ദ്രീകരിച്ച് ഒരു നാടകീയ നീക്കം ഉണ്ടായത്. ഹോസ്ദുർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകാൻ സാധ്യതയുണ്ട്, കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭ്യൂഹം പടർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പോലീസ് വലിയ ബന്ദോബസ്ത് ഉണ്ടാക്കുകയും അവിടെ ആള് കൂടുകയും മാധ്യമപ്രവർത്തകർ കേന്ദ്രീകരിക്കുകയും അവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരുന്നത് മറ്റൊരു വ്യാഖ്യാനത്തിനും ഇടയാക്കി. മജിസ്ട്രേറ്റ് എന്തിനാണ് കോടതിയിൽ തുടർന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം പോലീസ് പറയുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം പോലീസ് കൊടുത്തിട്ടില്ല. ഇനി അവിടുത്തെ എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് മജിസ്ട്രേറ്റ് തുടർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഏതെങ്കിലും കീഴടങ്ങൽ സംബന്ധിച്ചുള്ള ഇൻറ്റിമേഷനോ അതല്ല കസ്റ്റഡി സംബന്ധിച്ച് ഇൻറ്റിമേഷനോ അവിടെ ഇല്ല. മാത്രമല്ല പോലീസ് ആ സമയം മുതൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് SIT കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് കാര്യം. അന്നേരം ഈ നാടകം വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ വരുമ്പോഴും മാധ്യമ ന്യൂസിലൂടെ കൃത്യമായി പറഞ്ഞിരുന്നു കസ്റ്റഡിയിൽ ഇല്ല, അതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ആരോ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു നാടകം അല്ലെങ്കിൽ ഒരു നാടകാന്തരീക്ഷം എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പോലീസും അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഹോസ്ദുർഗിലെ പോലീസ് കൂടുതൽ സംവിധാനങ്ങൾ അവിടെ ഒരുക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക വിവരങ്ങൾ ആ സമയത്ത് കീഴടങ്ങലുമായി ബന്ധപ്പെട്ടോ അറസ്റ്റുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആര്യ.